ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറിവേൾ. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് തട്ടുകട സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് കേട്ടോ. സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഒരു പാനാണ് അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു വലിയ സവാള 2 എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതെങ്കിൽ 3 എടുത്താൽ മതി. ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കണേ. അത് നമുക്കിത് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. ഫ്രൈ ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വേണം കേട്ടോ. ഇനി നമുക്ക് സെയിം ഓയിൽ തന്നെ നമ്മൾ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഓയിലില്ലേ, നമ്മൾ സവാള ഫ്രൈ ചെയ്ത് വെച്ചില്ലേ, ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ഉണ്ടെങ്കിൽ കുറച്ച് ചെറിയുള്ളി മാത്രം യൂസ് ആക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഉണ്ടെങ്കിൽ കുറച്ച് ചെറിയുള്ളി, അതുകൊണ്ടാണ് ഞാനൊരു ചെറിയൊരു സവാള കൂടി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളിയും പിന്നെ ഒരു 3 പച്ചമുളക് കേട്ടോ. പേസ്റ്റ് ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കറിക്കൊരു പ്രത്യേകത ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തില്ലേ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ്, അത് നമുക്ക് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്ക് ഒന്ന് ഇങ്ങനെ ചൂടാക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം ഇട്ടിട്ട് സൈഡിലേക്ക് വയ്ക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാട്ട് കുറച്ച് കുറവ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഗരം മസാലയും മീറ്റ് മസാലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ പൊടികളൊക്കെ കൂടിയിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഞാൻ ഫ്ലെയിം ഇപ്പോൾ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടായിട്ട് വരണം കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓൺ ആക്കാം കേട്ടോ. പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലെയിം ഓഫാക്കിയാൽ മതി. നല്ലൊരു സ്മെല്ല് ഉണ്ടാവേ. മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ കേട്ടോ. മീറ്റ് മസാല വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്ത ആൾക്കാർ കാണാം കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എപ്പോഴും നമ്മൾ ചിക്കൻ കറി ഒരേപോലത്തെ ഉണ്ടാക്കിയാലും ശരിയാവില്ലല്ലോ, മാറ്റി പിടിക്കണ്ടേ. ഇനി നമ്മൾ 1 കിലോ ചിക്കൻ ഉണ്ട്. ഇതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളം ഒന്നുമില്ലാതെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇപ്പോഴേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഒരു 2 മിനിറ്റ് കുക്കായ ശേഷം നമുക്കിതൊന്ന് ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുക. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുക. വെള്ളം ഒഴിച്ചെടുത്ത ശേഷം പിന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. സിമ്പിളായിട്ട് തട്ടുകട സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. കണ്ട ഇനി
ഇത്രയല്ല നമ്മൾ ചിക്കൻ നന്നായിട്ട് വന്ന സമയത്ത് നമ്മൾ സവോള ഫ്രൈ ചെയ്ത് വെച്ചത് നമുക്കിതിലേക്ക് ഇട്ടെടുക്കാം. ഇട്ടെടുത്ത ശേഷം മിക്സ് ചെയ്യാം. എരിവ് ഉപ്പ് എല്ലാ പാകം നോക്കണം കേട്ടോ. എരിവ് കുറവുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ മുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ഒന്ന് ചൂടാക്കിയ ശേഷം വേറെ പാനിലിട്ടിട്ട് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ലാസ്റ്റ് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ പാകമാണ് കേട്ടോ. അതെ, കറിവേപ്പില എടുക്കാൻ പോയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് എടുക്കുക. പച്ചമുളക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. ഒരു 2 പച്ചമുളക് എടുത്തിട്ട് സൈഡിലേക്ക് ചെരിച്ചിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് കാണും കേട്ടോ. ഇത്രയല്ല കേട്ടോ, നമ്മൾ തട്ടുകട സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഓഫാക്കിയ ശേഷം ഒരു 10 മിനിറ്റ് ശേഷം സെർവ് ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.